ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസത്തിലെ പരിശുദ്ധ ജപമാല മാസത്തോടൊപ്പം തന്നെ നമ്മൾ മിഷൻ മാസമായി കൂടി ആചരിക്കുകയാണ്. മിഷനെ അറിയുവാനും മിഷനെ സ്നേഹിക്കുവാനും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ഒരു മാസമാണ് മിഷൻ മാസം എന്ന് പറയുക. ആഗോള കത്തോലിക്ക സഭ മിഷൻ മാസമായി ആചരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നുമൊക്കെ മിഷണറിമാരായി വിദൂരദേശങ്ങളിൽ ജോലിക്ക് പോകുന്ന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സന്യസ്തരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും അൽമായ പ്രേക്ഷിതരെയുമെല്ലാം നമ്മൾ ഓർക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് അവരെ ശക്തിപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഇടവകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഭക്ത സംഘടനകളൊക്കെ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിനുള്ളിൽ മിഷൻ ചൈതന്യം വളർത്താൻ സഹായകരമായ വിധത്തിലാണ് രൂപീകരിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയെല്ലാം മിഷൻ ലീഗിലും മറ്റ് ഭക്തസംഘടനകളിലും ഒക്കെ ചേർത്ത് പ്രവർത്തിപ്പിക്കുവാൻ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം. മിഷനെക്കുറിച്ചുള്ള ഒരു തീഷ്ണത നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണം. മിഷണറിമാരില്ലാത്ത ഒരു സഭ നമുക്കറിയാം, അവരുടെ ഉള്ളിൽ തീഷ്ണതയില്ലാത്ത സഭയാണ്, പുഷ്പിക്കാത്ത സഭയാണ്, അവരുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ജ്വലനങ്ങളില്ലാത്ത സഭയാണ്. അപ്പോൾ നമ്മുടെ സഭ തീഷ്ണതയുള്ള സഭയാകണമെങ്കിൽ, സ്നേഹത്തിൻ്റെ ജ്വലനങ്ങളുള്ള സഭയാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ കുട്ടികളുടെ ഉള്ളിലെ ഒക്കെ ഈ മിഷൻ ചൈതന്യം വളർത്തിയെടുക്കണം. എല്ലാ ദിവസവും ഒക്ടോബർ മാസത്തിൽ ദേവാലയത്തിൽ വരുവാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ഒക്ടോബർ മാസത്തെ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും ഒക്കെ മക്കളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ മിഷൻ ചൈതന്യമുള്ള മക്കളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ രൂപാന്തരീകരിച്ചെടുക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ എല്ലാവരും കുട്ടികളെ ദിവസവും ദേവാലയത്തിൽ പറഞ്ഞു വിടുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും മിഷനെ പ്രാർത്ഥിപ്പിക്കുവാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.